അർച്ചന. ഓ, ചേട്ടാ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? ഞാനൊന്ന് തൊഴുതിട്ട് പെട്ടെന്ന് വരാം. ഒരുപാട് താമസിക്കരുത്. ഇല്ല ഏട്ടാ, പെട്ടെന്ന് വരാം. ഒരു ഐക്യമത്യ സൂക്തം, പിന്നെ 2 അർച്ചനയും. പേരുന്നാളും പറയൂ. സച്ചിദാനന്ദൻ, കാർത്തിക നക്ഷത്രം, അർച്ചന മകം. സച്ചിദാനന്ദൻ കാർത്തിക, അർച്ചന മകം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ വഴിപാട്. അപ്പോൾ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലല്ല. ഈ സമൃദ്ധ പഴയ സമൃദ്ധയല്ല, ഇത് ഓർമ്മ തിരിച്ചു കിട്ടിയ അർച്ചനയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഇവള് അഭിനയിക്കുകയാണെന്ന് ഇപ്പൊ ക്ലിയറായി. ചേട്ടാ ഒരു ഉമാമഹേശ്വര പൂജ കൂടി. പേരുന്നാളും നേരത്തെ പറഞ്ഞു തന്നെ. ദാമ്പത്തിക സൗഖ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഐക്യമത്യ സൂത്രവും ഉമാമഹേശ്വര പൂജയും സച്ചിദാനന്ദന്റെയും അർച്ചനയുടെയും പേരിൽ. സച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് ഇവളെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. സച്ചിയുടെ ജീവന് വേണ്ടിയാണ് ഇവളുടെ വഴിപാടും പ്രാർത്ഥനയും എല്ലാം. പാവം ഗോകുലളിയൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്തോ. സച്ചി കാർത്തിക അർച്ചന മകം. വേഗം ചെന്നോളൂ, നട അടയ്ക്കാറായി. അർച്ചന. ഓ,
സച്ചി, ഇയാളോ? സച്ചി ഇന്നിവിടെ കാണുമെന്ന് ഞാൻ ഊഹിച്ചു. ഇന്നത്തെ ദിവസം സച്ചിക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. താൻ എന്താടോ എന്നെ കണ്ടിട്ട് പന്തം കണ്ട പെരിച്ചാരിയെ പോലെ നിൽക്കുന്നത്? തനിക്കെന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. സാറിന്റെ എവിടെ? അതെന്താടോ, എനിക്ക് ക്ഷേത്രത്തിൽ വന്നൂടെ? ക്ഷേത്രത്തിൽ ആർക്കും വരാം. പക്ഷേ സാറിനെ പോലുള്ളവര് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാലൊന്നും ദൈവത്തിന്റെ മനസ്സ് അലിയാൻ പോകുന്നില്ല. എടോ, ഞാനും ദൈവവും തമ്മില് അതിന് തർക്കമൊന്നുമില്ല. താൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം അനുഗ്രഹിക്കും. ഇല്ല സാറേ, ദൈവത്തിന് തന്റെ മുമ്പിൽ വരുന്ന എല്ലാവരെയും തിരിച്ചറിയാൻ സാധിക്കും. സാറിനെ പോലെ മനസ്സിൽ നിറയെ ക്രൂരതയും കള്ളത്തരം കൊണ്ടു നടക്കുന്നവർക്ക് എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടില്ല. തന്റെ മനസ്സിൽ എന്നോട് ശത്രുതയുണ്ടെന്ന് എനിക്കറിയാം. കാരണം അതുപോലെ തന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ മാത്രമാണോ സാറ് ദ്രോഹിച്ചത്? ഞങ്ങളുടെ കുടുംബം ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിനും കാരണം സാറല്ലേ? ജീവിതത്തിൽ ഇന്നുവരെ ഞങ്ങളുടെ അമ്മ സത്യത്തിൽ നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഗതികേട് കൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടി അമ്മ തുടങ്ങിയ പഴങ്ങഞ്ഞിക്കട വരെ സാറ് നശിപ്പിച്ചു. കള്ളക്കേസുണ്ടാക്കി അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചു. ജീവിക്കാനുള്ള ഞങ്ങളുടെ വഴി മുടക്കി. സാറിനെ പ്രസവിച്ചതും ഒരമ്മ തന്നെയല്ലേ? സാറിനുള്ളതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമില്ലേ?